السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഫിഖ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പല ആളുകൾ ഒരുപാട് മസ്അലകൾ ചോദിക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് യൂട്യൂബിലൂടെ ചില മസ്അലകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപാട് മുമ്പ് പല മസ്അലകളും ഞാൻ പറഞ്ഞിരുന്നു. ഇടക്കാലത്ത് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. വീണ്ടും പല ആളുകളും പല മസ്അലകളും ആവശ്യപ്പെടുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് കിതാബിൻ്റെ ആധികാരികമായ ഇബാറത്തുകളോടുകൂടെ ചില മസലകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുക, കേൾക്കുക, ഷെയർ ചെയ്യുക. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റിഹുൽ മദീന ദിക്ർ മജ്ലിസ് മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയ്ക്കുണ്ട്. ചിലപ്പോൾ തിരക്ക് കാരണം കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്ന പരമാവധി അതും സപ്പോർട്ട് ചെയ്യുക. ഒരു ചോദ്യം വന്നത് ഇതാണ്: പള്ളിയിൽ വെളിച്ചം കത്തിക്കാൻ പറ്റുമോ? ആരും ഇല്ലാത്ത സമയത്ത് അഥവാ ഇശാഇൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ പള്ളിയിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? കത്തിക്കണോ? പള്ളിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് അത് ആവശ്യമുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. പഴയകാലത്ത് മസലകളൊക്കെ കാണുന്നത് പള്ളിയിൽ വിളക്ക് കത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് മസല ഉള്ളത്. പഴയകാലത്ത് എണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കലാണ് ഉണ്ടായിരുന്നത്. ഇന്നതൊക്കെ കറണ്ടിൻ്റെ കാലമായതുകൊണ്ട് ബൾബ് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഉലമാ രണ്ട് അഭിപ്രായങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫിഖിൻ്റെ അഗ്രഗണ്യ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് ഫതാവൽ കുബ്രയിൽ പറയുന്നത്, ആരുമില്ലെങ്കിൽ പള്ളിയിൽ വെറുതെ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു മസ്അലയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറയുന്നത്, പള്ളിയെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് ആ ആവശ്യത്തിനിക്ക് വിളക്ക് കത്തിക്കുന്നതിനിക്ക് വിരോധമില്ല എന്നുള്ള മസ്അലയാണ്. പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് ഇരുട്ടായ സമയത്ത് ഒരു പള്ളിൻ്റെ ബഹുമാനക്കുറവുണ്ടല്ലോ. മിനാരത്തിലും അല്ലെങ്കിൽ പള്ളിൻ്റെ പുറത്തോ ഉള്ളിലോ ആകട്ടെ, ആവശ്യ ഭംഗിക്ക് വേണ്ടി ബഹുമാനിച്ചുകൊണ്ട് ഇടാം എന്ന മസലയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭംഗിയുടെയും ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ ഇടുന്നതിനിക്ക് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അഭിപ്രായം ഷർവാനിയും അത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഫതാവൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മഹാനവർകളോട് ഒരു ചോദ്യമാണ്. വസുഇല അമ്മൻ വഖഫ അലാ ദുഹുനി സിറാജ് ഫിൽ മസ്ജിദ്, പള്ളിയിൽ വിളക്ക് കത്തിക്കാൻ വഖഫ് ചെയ്ത ഒരാളെ പറ്റിയിട്ടാണ് ചോദ്യം. അൽ യജൂദു ഇസ്റാജുഹു ജമീഅൽ ലൈലി, രാത്രി മുഴുവനും ആ വഖഫ് ചെയ്ത എണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കൽ ജായിസാണോ? വഇല്ലം യകുൻ ഫീഹി അഹദുൻ, ഒരാളും ഇല്ലെങ്കിലും എന്നാണ് ചോദ്യം. ഫഹജാബ ബിഖൗലിഹി, മഹാനവർകൾ അതിനിക്ക് മറുപടി പറഞ്ഞത്, അല്ലദി അഫ്താബിഹിൻ നബവിയ്യു, ഇമാം നബി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തതായ അതേ ഫത്വയെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മറുപടിയായി പറയുകയാണ്. അന്നഹു ഇന്നമാ യകൂനു ജമീഅൽ ലൈലി,
രാത്രി മുഴുവനും കത്തിക്കാം. ഇനിന്തഫഅമൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ ഉള്ള ആളുകൾക്ക് ഉപകാരമുണ്ട് എങ്കിൽ കത്തിക്കാം. വലൗ നായിമൻ, അത് പള്ളിയിൽ ഉറങ്ങുന്ന ആളാണെങ്കിലും ശരി, പള്ളിയിൽ ആർക്കെങ്കിലും അതിൽ ഉപകാരമുണ്ടോ, വിരോധമില്ല. എന്നിട്ട് പറയുന്നു ഫൈലം യക്കുൻ ലഹു ബിഹി അഹദുൻ, ഇനി പള്ളിയിൽ ഒരാളും ഇല്ല എങ്കിൽ വലാ യുംകിനു ദുഖൂലുഹു, ആ പള്ളിയിലേക്ക് ഒരാളും കടക്കാൻ സാധ്യതമില്ല. ഇശ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും വരൽ കുറവല്ലോ. അങ്ങനെയാണെങ്കിൽ ലം യുസ്രിജ്, അവിടെ വിളക്ക് കത്തിക്കരുത്. ലിഅന്നഹു ഇളാഅത്തു മാലിൻ, അത് മുതലിനെ നശിപ്പിച്ച് കളയലാണ്. ആരുമില്ലെങ്കിൽ പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ന പോലെ പണ്ട് വിളക്ക് കത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്, എന്ന് ബൾബ് ഇടുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ബൾബ് അങ്ങനെയാണ്, കറണ്ട് ബില്ല് കൂടിപ്പോവും. അപ്പോൾ ആരുമില്ലെങ്കിൽ അത് ആവശ്യമില്ല എന്നാണ് ഇമാം റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്ത അതേ ഫത്വ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹും പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ പറയുന്നു, യജൂസു ഈഖാദുൽ യസീരി മിനൽ മസാബിഹ്, വിളക്ക് അല്പം കത്തിക്കൽ ജായിസാണ്. ലൈലൻ, രാത്രിയിൽ, മാ ഖുലുവിഹി, ആരുമില്ലാതിരിക്കലോടുകൂടെ പള്ളിയിൽ കുറച്ച് കത്തിക്കാം, വിരോധമില്ല. ഇഹ്തിറാമൻ ലഹു, പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട്. വതൻസിയൻ അൻ വഹ്ശത്തിൽ ദുൽമ, ഒരു ഇരുട്ടാകുന്ന ഏകാന്തതയെ തൊട്ട് ഒന്ന് പരിശുദ്ധമാക്കാൻ വേണ്ടി. പറഞ്ഞാൽ പള്ളിയിൽ എല്ലാ ബൽബും ഓഫാക്കുമ്പോൾ ഒരു ഇരുട്ട് എന്നുള്ള ഒരു ഏകാന്തത ഉണ്ടല്ലോ, അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് രാത്രി വിളക്ക് കത്തിക്കാം. വലാ യജൂസു നഹാറൻ, പകലിൽ കത്തിക്കൽ ജായിസല്ല. ലിമാ ഫീഹി മിനസ് സർഫി വൽ ഇളാത്തി, അനാവശ്യമാണ്, അനാവശ്യ മുതലിനെ പാഴാക്കലാണ്. വത്തശ്ബീഹ് ബിൻ നസ്വാറ, ക്രിസ്ത്യാനികളോട് സാദൃശ്യമുണ്ട്. അവർ അങ്ങനെയല്ലേ, പകലിലും എന്താണ് അവരുടെ ചർച്ചുകളിൽ കത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് പാടില്ല. രാത്രിയിൽ പള്ളി ബഹുമാനിച്ചുകൊണ്ട് കത്തിക്കാമെന്ന് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറയുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് കിതാബുകളിൽ കലാം ഷർവാനി പറയുന്നുണ്ട്, അന്ന ഇളാത്തൽ മാലി ജായിസ ലി അദ്നാ ഖറദിൻ, ചെറിയൊരു ആവശ്യമുണ്ടെങ്കിൽ മുതലിനെ പാഴാക്കുകയും ചെയ്യാം, മുതൽ ഖർച്ചാക്കാം, വിരോധമില്ല. ചെറിയൊരു ആവശ്യം. തഅ്ളീമുൽ മസ്ജിദ് ഖറളുൻ അയ്യ ഖറള്, പള്ളിയെ ബഹുമാനിക്കുക എന്നുള്ളത് വണ്ണമായ ഒരു ആവശ്യം തന്നെയാണല്ലോ. അതുകൊണ്ട് പള്ളിയിൽ ആവശ്യത്തിന് വേണ്ടി, ബഹുമാനം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി കത്തിക്കാമെന്ന് ഷർവാന് പറയുന്നുണ്ട്. അതേ സമയത്ത് റമദാനിൽ ആവശ്യത്തിനേറെ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പാടില്ല എന്നും കൂടി ആ കിതാബുകളിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ആ കലാമിഹി മിൻ കലാമി ഹാദാ യുഖദു, ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കപ്പെടും തഹരീമു ഇക്സാറുൽ ഉഖൂദി ഫിൽ മസാജിദി, പള്ളിയിൽ അധികം വിളക്ക് കത്തിക്കൽ ഹറാമാണ്. ബിഐസു യസീദു അലൽ ഹാജത്തി ഖത്അൻ, ആവശ്യത്തിലേറെ ജാസ്തി കത്തിക്കാൻ പാടില്ല. അയ്യാമ റമളാന വനഹബഹ, റമളാൻ ദിവസങ്ങളിലും അല്ലാത്ത അതുപോലത്തെ ദിവസങ്ങളിലും ആവശ്യത്തിലേറെ വിളക്ക് കത്തിക്കൽ പാടില്ല. വഇല്ലം യകുൻ മിൻ മാലിൽ വഖഫി, അത് വഖഫിൻ്റെ മുതൽ അല്ലെങ്കിലും ശരി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത മസലകൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ തുടരാം. റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ.